ഈ വെറുതെ ഇരിക്കുമ്പോ തോന്നും ജോലിക്ക് പോവാൻ, ജോലിക്ക് പോകുമ്പോ തോന്നും വെറുതെ ഇരിക്കാൻ. അതിന് നീ ഏത് കമ്പനിയിലെ മാനേജർ? അല്ല, നമ്മള് കമ്പനി തുടങ്ങുമല്ലോ. എന്ന് ഈ കമ്പനി ഇവിടെ നന്നേ നമ്മൾ കമ്പനി തുടങ്ങത്തോളൂ. ബോറടിക്കുന്നല്ലേ. ഹലോ. ഓടി വാ കണ്ണാ, ചാടി വാ മുന്നേ. ഇരി. കറക്റ്റ് ബോറടിച്ചിരിക്കുമ്പോ വരും ഏറി കയറ. ഇന്നലെ വീട്ടിൽ പട്ടി പ്രസവിച്ചടാ. ചുമ്മാതല്ലടാ ഇവന്റെ അച്ഛൻ ഗംഗാധര ഒളിവി പോയത്. അച്ഛനെ പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത സാധനത്തെ പറ്റി പറയാടാ. വൈകിട്ടെന്തോ പരിപാടി? തപ്പ ഇറങ്ങണ്ടേ? ആര്? നിന്റെ ഒളിവിലല്ലേ? മതി, തമാശ വിട്. രേണുകയുടെ വീട്ടിൽ കല്യാണം ആലോചിച്ചു തുടങ്ങി. അയ്യോ, അപ്പൊ നീയോ? അവളുടെ അച്ഛൻ എന്നെ താല്പര്യമില്ലെന്ന്. ഏതൊരു അച്ഛനൊരു ആഗ്രഹം കാണൂലടാ, മോളെ ആണുങ്ങളെ കൊണ്ട് കെട്ടിക്കണോ. ചുമ്മാ നിനക്ക് അവളെ അച്ഛനൊരു താല്പര്യം ഉണ്ടെന്ന് വിളിച്ചു പറയാൻ എന്ത്? ഞാൻ പോകുന്നു. പോയ ബോറടിക്കുവേ. ഇങ്ങനാണോ കണ്ണാ? വേണങ്ങല്ലേ കണ്ണാ, വാ. കണ്ണാന്ന് വിളിച്ചിട്ട് ഒരു ചുരുപ്പെട്ട പരിപാടി കാണിക്കരുത്. എടാ, നിനക്ക് പഞ്ചായത്തിൽ നിന്ന് കോഴി കിട്ടിയ? കിട്ടിയാ? അയ്യോ, എനിക്ക് കിട്ടിയില്ലല്ലേ. അത് പൂവനുള്ള വീട്ടിൽ പെടാനെ കൊടുക്കൂലടാ. അതിന് എന്റെ വീട്ടിൽ കോഴിയില്ലല്ലോടാ പൊട്ടാ. അവന് മനസ്സിലായില്ലടാ, അത് ഊക്കാന്ന്. ഞാൻ തകരുന്ന അടുത്ത ഊക്ക് കൊടുക്കും. എടാ കണ്ണാ, നിനക്ക് സ്കൂളിൽ പഠിക്കാൻ നേരത്തെ എന്താവാനായിരുന്നു ആഗ്രഹം? മറന്നാ? പൈലറ്റ്. അതിനോട് അവൻ നീതി പുലർത്തുന്നുണ്ട്. ഫുൾ ടയറിലാണല്ലോ. അതെങ്ങനെയുണ്ട്? മറ്റേ കോഴി വിറ്റ് കവറായി. എടാ, നീ മെസ്സിയുടെ പ്രൈവറ്റ് ജെറ്റ് ഓട്ടിക്കുന്ന പൈലറ്റ്. ഓപ്പോസിറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രൈവറ്റ് ജെറ്റ് വരുന്നത്. അത് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അറിഞ്ഞൂടാ. ഇതറിയാതാണോ നീ പൈലറ്റ് ആവാൻ നടക്കുന്നത്? എടാ, ഒന്ന് പറഞ്ഞോടാ. പറഞ്ഞു. ഇത് റൊണാൾഡോയുടെ ഫ്ലൈറ്റ്, ഇത് മെസ്സിയുടെ ഫ്ലൈറ്റ്. സൂക്ഷിച്ചു നോക്കണേ. നീയൊക്കെ ചെവി നുള്ളിക്കോടാ. പൈലറ്റായി പ്ലെയിനുമായിട്ട് നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കത്തോളൂ. അച്ഛാ, ഫോണ്. എവിടെ പോയാലും 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറി കാണാം. അതല്ല, അച്ഛന് ഫോണെന്ന്. എനിക്കെന്തിനാടാ ഈ ടച്ച് ഫോണ്? എന്റെ പൊന്നെ ചേട്ടൻ ദുബായിന്ന് കൊടുത്തു വിട്ടാണ് നിങ്ങളുടെ മോന്താണ്ട് സംസാരിക്കാൻ. പണ്ടവനെന്റെ മോന്താണമ്മ ചൊറിച്ചിലായിരുന്നല്ലേ. എനിക്ക് അറിഞ്ഞൂടാ, തന്റെ മോനോടെ തോണ്ടിയോ ചൊറിഞ്ഞോ എന്താന്ന് വെച്ചാ ഇരി, ഞാൻ പോന്നു. എടാ, ഇതിൽ എവിടെ തോണ്ടിയാലും എന്നെ കാണുന്നുള്ളു, അവനെ കാണുന്നില്ല. ഓക്കെ. ഇതാരിത്? ആരാത്? അച്ഛനായത്? ഞാൻ കരുതി മൊബൈൽ കണ്ടുപിടിച്ച ആരോ ആന്ന്. കണ്ടതി പിടിച്ച് ഞെക്കിയിട്ട് ഇപ്പൊ എന്തോ വേണം? സതീശനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങനെ വിളിച്ചത്? സതീഷേ, മോനെ സതീഷേ. മോനെ സതീഷേ എന്ന് വിളിച്ചാൽ അത് കിട്ടൂല. ഇതാണ് വാട്സാപ്പ്. ഈ പച്ചമാങ്ങ ഇതി പിടിച്ച് ഞെക്കിയിട്ട് ഇത് ഞെക്കിയാ മതി. സതീഷ് ഇതിനകത്ത് ഇരിപ്പുണ്ട്, കൊണ്ടുപോ. കാശും ചെലവാക്കി ദുബായ് പറഞ്ഞു വിട്ടാനെ പച്ചമാങ്ങ കയറി ഇരിക്കുന്നു. വൃത്തിയോട് മോനെ. എന്ത്? ഒരു ചുമന്ന ആപ്പിൽ കയറിയപ്പോ വേണ്ടാത്തൊക്കെ പ്ലേ ആയടാ. വേണ്ടാത്തതിനകത്ത് കയറി ഞെക്കൂ. പഴയ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ദുബായി പോയാൻ. അവ ഈ ചുമന്ന ആപ്പിളി കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചുമന്ന ആപ്പിളി കാണും നിങ്ങളുടെ ആര് പറഞ്ഞു? സതീശൻ പച്ചമാങ്ങ കാണുമെങ്കിൽ ഇവൻ ചുമന്ന ആപ്പിളി കാണുമല്ലോ. അങ്ങനെ ദുബായ് ഫ്രൂട്ട്സ് അടയാ. നിങ്ങൾ ഈ പച്ചമാങ്ങ തോണ്ടിയിരുന്നാ മതി. ആകെ 3 ലക്കമുണ്ട്. ഇതിൽ എവിടെ ഇട്ട് തോണ്ടും ഞാൻ? കണ്ടോ, ഇതാണ് ഫേസ്ബുക്ക്. ഞാൻ പോയൊരു പേന എടുത്തോണ്ട് വരാം. എന്തിന് ഇതിനകത്ത് പറ്റൊന്നും എഴുതാൻ പറ്റൂല. പിന്നെ ഇതിലെങ്കിലും ഒരുപാട് ആന്റിമാരെ കിട്ടും, നോക്കിയൊക്കെ തോണ്ടണം. തോണ്ടാ നീ എന്നെ അച്ഛാ, ഈ തണ്ടിനെ ആര് പറയട്ടെ വീട്ടിൽ കയറ്റിയത്? ഈ തണ്ടി വിളിച്ചിട്ട് അല്ല, നിന്റെ അച്ഛൻ വിളിച്ചിട്ട്. ഇവനെ കഴിഞ്ഞ മാസം കഞ്ചാവ് വളത്തിന് പിടിച്ചതാ. കറിവേപ്പില വാങ്ങിച്ച തൈ മാറിപ്പോയി. അതങ്ങനെ സ്വന്തം നന്ദയ്ക്ക് പഠിപ്പിച്ചെന്നില്ലേ കണ്ട നന്ദയില്ലാത്തവരെയൊക്കെ വിളിച്ച് പഠിക്കേണ്ടി വരും. എന്നാ പാപ്പിച്ചു കൊടു. കൊടുക്കും. എടാ, എനിക്ക് ബോറടിക്കുന്നടാ. എന്നാ ലൈവ് ഇട്. ഇത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമല്ലേ? 500 ഫ്രണ്ട്സ് ഉണ്ട്, സംസാരിച്ചോ. ഹായ് ഫ്രണ്ട്സ്. ഈ പണ്ട് തോണ്ടാനൊന്നും കിട്ടാത്തപ്പോഴേ എന്ത് തോണ്ടിയായിരുന്നു വിനോദം കണ്ടെത്തുന്നത്? ഞാൻ കാട്ടി കയറും. എന്തിനി? കസ്തൂരിമാനെ അറിയാവോ? സൂര്യ ടിവിയില്. സീരിയൽ അല്ലടാ, ഇത് ഒറിജിനൽ മാൻ. അതിനെ വെട്ടി കറി വെച്ച് തിന്നും. അതിലും വെറൈറ്റി ഒരു സാധനമുണ്ട്. സിംഹവാലം കുരങ്ങനെ 5 ദിവസം കുടത്തിലിട്ട് വാറ്റും, എന്നിട്ട് അങ്ങ് കുടിക്കും. അപ്പൊ ഒരു തരിപ്പ് കിട്ടും. അത് വേറെ ഒന്നിനും കിട്ടത്തില്ലടാ. അതും പോരായിട്ട് പിന്നെ ആനക്കൊമ്പന്റെ വീട്ടിലെ കട്ടിലിന്റെ അടി ഇരിപ്പോണ്ട്. പോവല്ലേടാ, കഴിഞ്ഞ ദിവസം കേറി പിടിച്ച മയിലിന്റെ എണ്ണ ഇരിപ്പോണ്ടാ. ഹലോ, ഇത് ഈസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ്. പറ സാറേ. കട്ടിലടി ഇരിക്കുന്ന ആനക്കൊമ്പ് ഒന്ന് തരുമോ? എന്തിനാ? ഇവിടെ ഇരിക്കുന്ന ആനയുടെ കൊമ്പൊന്ന് ഒടിഞ്ഞു, അപ്പൊ ആ കൊമ്പ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിരുന്നു. അയിഞ്ഞത് പശുക്കൊമ്പാ. ആനക്കൊമ്പ് സേഫാ, ഞാൻ ജാമത്തിന് ഇറക്കാൻ വരാവേ. ബൈ. അല്ലേടാ, പിന്നെ ഇവിടെ DGPക്ക് ഭയങ്കര മുടി ഒഴിച്ചില്ല. മയിലെണ്ണയും കൂടെ ഒന്ന് എടുത്തോ കേട്ടോ. പിന്നെ സിംഹവാലം കുരങ്ങിന്റെ വാറ്റും എടുത്തോണ്ടോ, സ്റ്റേഷനിൽ വെച്ചടിക്കാം. അപ്പൊ ജീപ്പുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, മനസ്സിലായോ? കൺഗ്രാജുലേഷൻസ്. ഇതും ചരമകോളം തമ്മിൽ എന്തോടാ വ്യത്യാസം?
എന്തത്ര ദേഷ്യം? അമ്മ വഴക്ക് പറഞ്ഞു. എന്തിന്? 9 ദോശ എന്നിട്ട് 10ാമത്തെ ദോശ വെച്ചപ്പോ തരുത്തില്ലെന്ന്. പ്ലേറ്റ് എടുത്തെറിഞ്ഞ്. നീയാ? അല്ല അവര് ചിരട്ടോക്കി എറിഞ്ഞടാ. ചുമ്മാ അല്ലെന്ന് ഷേപ്പിനൊരു മാറ്റം. കുറെ പഠിക്കുന്നവന്മാരും ജോലിക്ക് വന്നവന്മാരെ കാരണം നമുക്ക് സ്വൈര്യമില്ല. ഉഫ്, എന്റെ കൈ തരിക്കുന്നു സാഗറേ. നിന്റെ കൈത്തരിപ്പ് മാറ്റമുള്ള ഒരുത്തൻ ദോ വരുന്നു. കണ്ടറിയാതെ A+ വാങ്ങിക്കാൻ പോവാണ്. അവന് ഫുൾ A+ നമുക്ക് കൊടുക്കാം. എന്താട്ടാ? എവിടെ പോകുന്ന രാവിലെ സഞ്ചിയും തൂക്കി? ട്യൂഷന് പോകുന്നു. ഓ, ട്യൂഷന് സ്കൂളിൽ നിന്നുള്ള അറിവ് പോരാഞ്ഞിട്ട് നീ ട്യൂഷന് പാച്ചാൻ പോകും. അതിരിക്കട്ടെ, എന്തോ പാച്ച? കണക്ക്. കണക്ക്. ഒരു കണക്ക് പറഞ്ഞ 3,10,000 2412. എത്ര? Fill in the blanks. അറിഞ്ഞുകൂടേട്ടാ. അതുപോലും അറിഞ്ഞൂടാ. എന്നിട്ട് അവൻ കണക്കെണ്ണാൻ നടക്കുന്നു. എങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞു. വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കളിയാക്കുന്നാടാ. ചേട്ടാ ബാഗിൽ നിന്ന് വിടേട്ടാ. ഊരടാ സ്കൂബിയുടെ ചങ്ങാ. ചേട്ടാ എനിക്ക് ഈവനിങ് ക്ലാസ്സിന് പോകണേ. ഇത് പോരാഞ്ഞിട്ട് അവൻ ഈവനിങ് ക്ലാസ്. മോനെന്തിനാ പഠിക്കാൻ പോകുന്നു? ഫുൾ A+ വാങ്ങിക്കാൻ. ചേട്ടന്മാരാ ഫുൾ A+. ബാഗ് വരും. ബാഗിൽ നിന്ന് വിടേട്ടാ. ബാഗ് വരടാ. ബാഗിൽ നിന്ന് വിടേട്ടാ. ഞാൻ A+ വരാടാ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലടാ അപ്പൊ നീ എനിക്ക് ഈവനിങ് കരാട്ടെ ക്ലാസ് ഉണ്ടെന്ന്. നീ കരാട്ടെ ക്ലാസ് ആണെന്ന് പറഞ്ഞില്ലല്ലേ? ഞങ്ങൾ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. പൊക്കോ. ആറാ അവിടെ കിടക്കുന്ന വെള്ളം എന്തോന്ന് തോന്നുന്നു. രാവിലെ തന്നെ ഇവനൊക്കെ ഹൃദയമിടിപ്പുണ്ട്, മരിക്കത്തില്ല. പ്ലാൻ ഫെയിൽഡ്. കൈ മുറിച്ചാൽ ചോര വരും, ചോര കണ്ടാൽ തല കറങ്ങും, തല കറങ്ങി മരിച്ചാൽ നാണക്കേടാം. വേറെ പ്ലാൻ നോക്കാം. സൗണ്ടും പോയി. ചേട്ടാ ഇതിന്റെ മണ്ടേന്നെടുത്ത് ചാടിയാൽ എന്ത് പറ്റും? കൈയും കാലും ഓടിയും ആശുപത്രിയിൽ കിടക്കും. നമ്മുടെ തന്ത ഒന്നുകൂടെ കുത്തുവാള എടുക്കും. ഞാൻ ആത്മഹത്യ ചെയ്താൽ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ? നീ ഇനി ചോര തൂറി ചത്താലും നരകത്തിലേ പോവൂ. അപ്പൊ നരകത്തിൽ വെച്ച് കാണാം. ബായ്. ഇനി അവിടെ പോയി എങ്ങനെ മരിക്കും? താമ്പടി സമച്ച്. ചേട്ടാ ഈ ട്രെയിനിൻ്റെ അടിയിൽ തല വെച്ച ചാവോ? ഏയ്, തലയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമെങ്കിലും ഉള്ളൂ. അപ്പോൾ അതും ഫെയിലായി. ഫാനിൽ കെട്ടി തൂങ്ങിച്ചാവുമ്പോൾ ഫാൻ ഇടണോ ഫാൻ ഓഫ് ചെയ്യണോ? ടെൽ മീ. നിനക്ക് ചൂട് എടുക്കുന്നെങ്കിൽ ഫാൻ ഇട്ടോ. അതാകുമ്പോൾ വിയർക്കാതെ ചാവാം. അച്ഛാ ഈ എലി വശം കഴിച്ചാൽ എലി മാത്രമേ മരിക്കത്തുള്ളൂ. അതും എടുത്ത് വിഴുങ്ങിയ? ഇല്ല, ഇന്ന് കുറച്ച് വെച്ചേക്കണം, വിഴുങ്ങാം. മോനെ, നമ്മളെ ഇളയവൻ എന്തോ പറ്റിയിട്ടുണ്ട്. യെസ്, ഹീസ് ഇൻ ഡിപ്രഷൻ. അതും ഫൈനൽ സ്റ്റേജിൽ നിന്ന് കലോത്സവം സ്റ്റേജ് വരെ എത്തിയിരിക്കുകയാണ്. അയ്യോ എന്റെ പൊന്നെ, വെള്ളം അടിക്കല്ലേ, കിട്ടി പോവെന്ന് ഞാൻ പറഞ്ഞതാ അവരോട്. അച്ഛാവ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന്. യു മീൻ സീസൈഡ്? ബീച്ച് സൈഡ് സൂയിസൈഡ്. ആ സൂയിസൈഡിൽ നിൽക്കുന്ന കണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം അതുകൊണ്ട് കുട്ടിച്ചാത്തൻ മതലിന്റെ വിളിക്കിരിക്കുന്നാടാ. ഒന്നത് കുഞ്ഞിന്റെ സമ്മതല തെറ്റിയിരിക്കുക. മോനെ തിരിഞ്ഞിടാ. വയനാട്ടിൽ കണ്ടായിരുന്നു ഒരു കുരങ്ങ്. എന്തുവാ മോനെ പ്രശ്നം? 10-ാം തീയതി പത്മയുടെ കല്യാണമാണ് പപ്പ. അയ്യോ വിളിച്ചില്ലേ, അതിനാണോ മോനെ ഇങ്ങനെ സ്പൈഡർമാനെ പോലെ ഇരിക്കുന്നേ? പത്മാവതി ആരെന്നറിയോ പപ്പയ്ക്ക്? ഈ പരസ്പരത്തിലെ ദീപ്തിയുടെ അമ്മയമ്മ അല്ലേ? 3 കൊല്ലം ഞാൻ അവളെ സ്നേഹിച്ചു പപ്പ. പത്മ എന്ന് വിളിച്ചിരുന്നു പപ്പ. ഒഞ്ഞു പോടാപ്പ. ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടു പപ്പ. എന്റെ പൊന്നു തക്കുടു, ഈ ശരീരവും വെച്ച് അങ്ങനൊന്നും പറയാതെ, അത് നീ ഉദ്ദേശിച്ച സാധനം അല്ല. ഓ, ഇത്രയൊക്കെ സംഭവിച്ചേക്ക് അവളെ പോയി കാണാപ്പാ. പറ്റില്ല പപ്പ, അവൾ പോലും അറിയാതാണ് ഞാൻ അവളെ സ്നേഹിച്ചത്. 3 കൊല്ലോ? അതെ. പിന്നെ നീ പത്മയായിട്ട് ശാരീരികമായിട്ട് അങ്ങ് പത്മിച്ചതോ? അതെന്റെ മനസ്സിൽ. കാമ കണ്ണാ. പിന്നെ അവൾ അറിയാതെ കൊടുത്ത ഫ്ലൈങ് കിസുകൾ. അതിലവളങ്ങ് 10 പെറ്റ്. എനിക്ക് പത്മയില്ലാതെ പറ്റില്ല പപ്പ. എന്റെ പത്മരായ ഒന്ന് തിരിഞ്ഞിരുന്നേ. എനിക്ക് പത്മ തരുമോ പപ്പ? ആ തരാം പപ്പ. യൂട്ടേൺ അടി. പത്മനോട് ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് പപ്പ. മുതൂക്കിയത്.